ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചില സെറ്റുകളുടെ എക്സാമ്പിൾസും ചില ചെറിയ തിയറംസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്നൊന്നും കൂടി ഓർക്കാം. v1 v2 etc. vr is a set of two or more vectors in a vector space V. Then capital S is said to be a linearly independent set if no vector in S can be expressed as a linear combination of others. ഇനി അതല്ല, സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നമ്മളത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയും. ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kr vr ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആകെയുള്ള സ്കെയിലാസ് k1 ഈക്വൽ ടു 0, k2 ഈക്വൽ ടു 0 എക്സെട്ര kr ഈക്വൽ ടു 0 ആണ് എന്ന് വെരിഫൈ ചെയ്യുകയാണ്. സോ ഇഫ് ഓൺലി k1 equal to k2 equal to etc. kr equal to 0 are the only solutions of this equation, then we say that the vectors v1 v2 etc. vr are linearly independent. Otherwise they are linearly dependent. Now ആദ്യം നമുക്കൊരു തിയറം നോക്കാം. A finite set that contains 0 is linearly independent. സോ നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ v1 വെക്റ്റർ v2 എക്സെട്ര വെക്റ്റർ vr എന്ന് പറയുന്ന ആർ വെക്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരാൾ 0 ആണെങ്കിൽ, ഓർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിൽ ഒരു 0 എന്ന് പറയുന്ന എലമെൻറ്റും കൂടി ഉണ്ടെങ്കിൽ ദാറ്റ് സെറ്റ് ഇസ് ഓൾവേസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. നമ്മൾ വീണ്ടും ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദർ ഈസ് എ 0 വെക്റ്റർ ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. A set with exactly one vector is linearly independent if and only if that vector is not vector 0. ഒരേ ഒരു നോൺ സീറോ വെക്റ്റർ മാത്രമുള്ള സെറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കൊരു വെക്ടറിനെ മറ്റൊരു വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാനില്ല. ആകെ ഒരു വെക്ടറേ നമ്മുടെ കയ്യിലുള്ളൂ. സോ ഇഫ് ദാറ്റ് വെക്ടർ ഈസ് നോൺ സീറോ ദെൻ ഇറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. A set with exactly two vectors is linearly independent if and only if neither vector is a scalar multiple of the other. രണ്ട് വെക്റ്റേഴ്സേ നമ്മുടെ സെറ്റിലുള്ളൂ എങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ എന്നേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഞാനിപ്പോൾ ഇതിൽ ആദ്യത്തേത് മാത്രമേ പ്രൂവ് ചെയ്യുന്നുള്ളൂ. ബാക്കി രണ്ട് റിസൾട്ടും ട്രിവിയൽ ആയതുകൊണ്ട് അത് ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല. We will prove part A. So suppose vector v1 vector v2 etc. vector vr are r vectors. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് S is equal to v1 v2 etc. vr 0 ആണ് എന്ന് കരുതുക. This set is linearly dependent because ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. 0 v1 പ്ലസ് 0 v2 പ്ലസ് എക്സെട്ര 0 vr പ്ലസ് 1 ടൈംസ് 0 ഈക്വൽ ടു 0. ശരിക്കും നമ്മുടെ നെക്സ്റ്റ് ആർ പ്ലസ് 1th വെക്ടറാണ്. വി ആർ പ്ലസ് 1 ആണ് നമ്മുടെ വെക്ടർ 0. ഓക്കെ, സോ k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kr vr പ്ലസ് kr പ്ലസ് 1 vr പ്ലസ് 1 ഈക്വൽ ടു 0 ഫോമിലാണ് ഞാനിപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത്. അതിൽ k1 തുടങ്ങി kr വരെയുള്ളവരെ ഞാൻ 0 ആയിട്ട് എടുത്തിരിക്കുകയാണ്. സോ ഇത് നമുക്ക് 0 ആണ്. അടുത്തതായിട്ട് ഞാൻ 0ൻ്റെ കോയഫിഷ്യൻ്റായിട്ട് 1 എടുത്തിരിക്കുകയാണ്. 1 തന്നെ വേണമെന്നില്ല, ഏത് നോൺ സീറോ നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ബിക്കോസ് വി നോ ദാറ്റ് k ടൈംസ് വെക്ടർ 0 ഇസ് വെക്ടർ 0. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ദിസ് ഇക്വേഷൻ എക്സ്പ്രസസ് 0 വെക്ടർ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ ക്യാപിറ്റൽ എസ് വിത്ത് കോയഫിഷ്യൻസ് ദാറ്റ് ആർ നോട്ട് ഓൾ 0. ഇവിടെ വി ആർ വരെയുള്ളവരുടെ കോയഫിഷ്യൻ്റ് 0 ഉള്ളൂ. വെക്ടർ 0യുടെ കോയഫിഷ്യൻ്റ് 0 ആയിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ 0. അപ്പോൾ അതുകൊണ്ട് ദിസ് സെറ്റ് ഇസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്.
ബിയും സിയും ട്രിവിയലി ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് ടു ഫങ്ഷൻസ്. എക്സാമ്പിൾ, രണ്ട് ഫങ്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് കരുതുക. സപ്പോസ് ഐ ഹാവ് f1 ഈക്വൽ ടു f1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് f2 ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഇൻ f of minus infinity infinity. Since we cannot write f1 as a linear combination of sin x. നമുക്കറിയാം f1 ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഇതാണ് f1 ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. നേരെ മറിച്ച് സൈൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓഫ് ദിസ് ഫോം. സോ ഞാൻ ഈ സൈൻ എക്സിൻ്റെ ഏത് സ്കെയിലാർ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഈ ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഗ്രാഫ് മാത്രമേ കിട്ടുള്ളൂ. ഒരിക്കലും എനിക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ എനിക്ക് ഒരിക്കലും ഇതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഏത് വെക്ടറിനെ ഏത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സ്റ്റിൽ ഇറ്റ് വിൽ ബി ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ ഇറ്റ് സെൽഫ്. ഒരിക്കലും എനിക്കിതിനെ ഈ ഒരു ഗ്രാഫിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ഓസിലേറ്റിംഗ് ആക്കാൻ പറ്റില്ല. സോ f1 cannot be written as a scalar multiple of f2. f2 cannot be written as a scalar multiple of f1. So they are linearly independent. On the other hand, suppose നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫങ്ഷൻസ് സൈൻ 2x-ഉം സൈൻ എക്സ് കോസ് എക്സുമാണ് എന്ന് കരുതുക. g1 of x ഈക്വൽ ടു സൈൻ 2x ആൻഡ് g2 of x is equal to സൈൻ എക്സ് കോസ് എക്സ് എന്ന് കരുതുക. ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ബിക്കോസ് നമുക്കറിയാം സൈൻ ഓഫ് 2x is equal to 2 times സൈൻ എക്സ് കോസ് എക്സ് എന്ന് നമുക്കറിയാം. അതായത് വി ക്യാൻ റൈറ്റ് g1 as 2 times g2. So g1 is a scalar multiple of g2, or we can write g2 as 1/2 times g1. So we can write g2 as a scalar multiple of g1 and g1 as a scalar multiple of g2. So we can say that they depend each other. They are linearly dependent. ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻസിനെ രണ്ട് ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നൗ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ എടുക്കുകയാണ്. പ്ലെയിനിലാവട്ടെ R2-ലാവട്ടെ R3-ലാവട്ടെ. ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് they do not lie on the same line when they have their initial points at the origin. നമ്മൾ എടുക്കുന്നത് വെക്റ്റേഴ്സാണ്. ആ വെക്റ്റേഴ്സ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് കരുതുക. ഇഫ് ബോത്ത് വെക്റ്റേഴ്സ് ലൈ ഓൺ ദ സെയിം ലൈൻ ദെൻ ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അല്ലെങ്കിൽ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ പിക്ചേഴ്സ് നോക്കുക. ഇവിടെ വെക്ടർ v1-ഉം വെക്ടർ v2-വും ഒരേ ലൈനിലാണ്. വി ക്യാൻ എക്സ്പ്രസ് v2 ആസ് എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് v1. സോ ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ പിക്ചറിൽ ഇവിടെ വെക്ടർ v2 ഇസ് ഹിയർ, വെക്ടർ v1 ഇസ് ഹിയർ. വെക്ടർ v1-നെ നമ്മളൊരു നെഗറ്റീവ് സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വെക്ടർ v2 ഉണ്ടാക്കാൻ പറ്റും. സോ എഗെയിൻ വെക്ടർ v2 ഈസ് എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് വെക്ടർ v1. ഓക്കെ, ആൻഡ് ദേ ലൈ ഓൺ ദ സെയിം ലൈൻ. സോ ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. നേരെ മറിച്ച് ഇങ്ങനെയാണ് നമ്മുടെ വെക്റ്റേഴ്സ് എന്ന് കരുതുക. വെക്ടർ v1 ആൻഡ് വെക്ടർ v2 they do not lie on the same line. വെക്ടർ v2-വിൻ്റെ ഏത് സ്കെയിലാർ മൾട്ടിപ്പിൾ എടുത്താലും അത് ഈ ലൈനിലാണ് ഉണ്ടാവുക. ഒരിക്കലും വെക്ടർ v1-നെ നമുക്ക് വെക്ടർ v2-ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ വെക്ടർ v1-ൻ്റെ ഏത് സ്കെയിലാർ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ ലൈ ഓൺ ദിസ് ലൈൻ. ഒരിക്കലും v2 നമുക്ക് v1-ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിളായിട്ട് വരില്ല. സോ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇപ്പം നമ്മളെടുത്തത് R2-ലോ R3-ലോ ഉള്ള രണ്ട് വെക്റ്റേഴ്സാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ R3-യിൽ നിന്ന് 3 വെക്റ്റേഴ്സ് എടുക്കുകയാണ്. സോ 3 വെക്റ്റേഴ്സ് ഇൻ R3 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് they do not lie in the same plane
when they have their initial points at the origin. ഇപ്പോൾ 3 വെക്റ്റേഴ്സ് നമ്മൾ സ്പേസിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ അവർ 3 പേരും ഒരേ പ്ലെയിനിലുള്ളവരാണെങ്കിൽ, ഈ 3 വെക്റ്റേഴ്സിനെയും ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ ഇഫ് 3 of them lie on the same plane, then they are linearly dependent. ഒരേ പ്ലെയിനിൽ അല്ലെങ്കിൽ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കുക. വെക്റ്റർ v1, വെക്റ്റർ v2, വെക്റ്റർ v3 ഇവർ 3 പേരും ഈ ഒരു പ്ലെയിനിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അടുത്ത കേസിൽ വെക്റ്റർ v1ഉം ദെൻ വെക്റ്റർ v2, വെക്റ്റർ v3 ഈ 3 പേരും ഒരേ പ്ലെയിനിൽ തന്നെയാണുള്ളത്. സോ ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. നേരെ മറിച്ച് മൂന്നാമത്തെ ഫിഗറിൽ വെക്റ്റർ v1, വെക്റ്റർ v2, വെക്റ്റർ v3 ഈ 3 വെക്റ്റേഴ്സും കൂടി ലൈ ചെയ്യുന്ന ഒരു പ്ലെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ v1ഉം v2ഉം ലൈ ചെയ്യുന്ന ഒരു പ്ലെയിൻ എടുത്താൽ അതിൽ v3 ഉണ്ടാവില്ല. അതുപോലെ v2ഉം v3യും ഉള്ളൊരു പ്ലെയിൻ എടുത്താൽ അതിൽ v1 ഉണ്ടാവില്ല. v1ഉം v3യും കൂടിയുള്ള ഒരു പ്ലെയിൻ എടുത്താൽ അതിൽ v2 ഉണ്ടാവില്ല. സോ all the 3 vectors do not lie on the same plane. So they are linearly independent. Now അടുത്തതൊരു തിയറം തന്നെയാണ്. ലെറ്റ് S is equal to v1, v2, etc. vr be a set of vectors in Rn. If R is greater than n, then S is linearly ഡിപ്പെൻഡൻറ്റ്. നമ്മൾ 6 വെക്റ്റേഴ്സ് എടുത്തിരിക്കുന്നതാണെങ്കിൽ Rn എന്നാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദിസ് R is greater than n, then S is linearly dependent. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ R3യിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് കരുതുക. R3യിൽ നിന്ന് ഞാൻ 3ൽ കൂടുതൽ വെക്റ്റേഴ്സ് എടുത്താൽ v1, v2, v3, v4 ഞാൻ R3യിൽ നിന്ന് എടുത്തു എന്ന് വിചാരിക്കുക. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റായിരിക്കും. ഓക്കെ, അതുപോലെ R4ൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് എന്ന് കരുതുക. R4ൽ നിന്ന് ഞാനൊരു 10 വെക്റ്റേഴ്സ് എടുത്തു. ഷുവർലി ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. സോ Rnൽ n കൂടുതൽ വെക്റ്റേഴ്സ് എടുത്താൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ നമുക്ക് പ്രൂഫ് നോക്കാം. സപ്പോസ് ഈ v1, v2, etc. vr ഇവരെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് Rn നിന്നാണ്. സോ അവർക്കൊക്കെ n കമ്പോണൻസ് ആണ് ഉണ്ടാവുക. സപ്പോസ് വെക്റ്റർ v1 is v11, v12, etc. v1n. വെക്റ്റർ v2 is v21, v22, etc. v2n, etc. vr equal to vr1, vr2, etc. vrn എന്ന് അസ്യൂം ചെയ്യാം. ദെൻ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എടുക്കുകയാണ്. k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kr vr ഈക്വൽ ടു വെക്ടർ 0. കമ്പയറിങ് കമ്പോണൻസ്, അതായത് നമുക്കിപ്പോൾ ഇവിടെ k1 v1 എന്ന് പറഞ്ഞാൽ k1 ടൈംസ് v11, v12 എക്സെട്ര v1n മൾട്ടിപ്ലൈ ചെയ്താൽ k1 v11, k1 v12 എക്സെട്ര k1 v1n എക്സെട്ര പ്ലസ് kr vr എന്ന് പറയുമ്പോൾ kr ടൈംസ് vr1, vr2 എക്സെട്ര vrn. സോ kr ടൈംസ് vr1, kr ടൈംസ് vr2 എക്സെട്ര kr ടൈംസ് vrn എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ 0 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0, 0, എക്സെട്ര 0. ദിസ് ഇസ് n ടൈംസ്. ഓക്കെ, സോ കമ്പയർ ഫസ്റ്റ് കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്കൊരു ലീനിയർ ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് കോർഡിനേറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത ലീനിയർ ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ nth കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും. സോ വി വിൽ ഗെറ്റ് എ സിസ്റ്റം ഓഫ് homogeneous linear equations like this. അപ്പോൾ നമുക്കിവിടെ n ഇക്വേഷൻസ് ആണ് ഉണ്ടാവുക. v11, then v12, etc. v1n. We have n ഇക്വേഷൻസ്. എത്ര അൺനോൺസ് ഉണ്ട് നമുക്കിവിടെ? k1, k2, etc. kr are unknowns.
സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 അൺനോൺസിൻ്റെ വാല്യൂ ആണ്. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ n ഇക്വേഷൻസേ ഉള്ളൂ. ആൻഡ് വി ഹാവ് r is greater than n. തന്നിട്ടുണ്ട് r is greater than n. സോ നമ്പർ ഓഫ് അൺനോൺസ് കൂടുതലും ഇക്വേഷൻസിൻ്റെ എണ്ണം കുറവുമാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിയറം പഠിച്ചിട്ടുണ്ട്, the system definitely has a non-trivial solution. If r is greater than n, it follows that the system has non-trivial solution. So there exists a non-zero solution for k1, k2, etc. kr. എല്ലാം സീറോ ആവാതെ തന്നെ നമുക്ക് k1 v1 plus k2 v2 plus etc. kr vr equal to 0 ആക്കാൻ പറ്റും. That means the set is linearly dependent.